ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും മൊഴിയിൽ നിർണായക വിവരങ്ങൾ. പ്രതിയും പ്രായോജകനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി നൽകിയത് 1.5 കോടി രൂപ. പണമിടപാടിന്റെ തെളിവുകൾ SITക്ക് നൽകി. ഇരുവരുടെയും കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ ദേവസ്വം ബോർഡിലെ കൂടുതൽ അംഗങ്ങളിലേക്ക് അന്വേഷണം. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കേസ് പരിഗണിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. അതിക്രമം ഗൗരവമുള്ളതാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് പ്രതിഭാഗം. സംവിധായക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നവംബർ 27-ന്. രാഹുൽ മാങ്കുടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ 2ാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കുക തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക എത്തിച്ച് നൽകിയത് ജോബിയാണെന്ന് യുവതിയുടെ പരാതിയിൽ. ഗുളിക എത്തിച്ചത് യുവതി നിർദ്ദേശിച്ച പ്രകാരമെന്ന് ജോബി ജോസഫ്. അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ട് അമേരിക്ക. ആഗോളതലത്തിൽ നിരവധി പ്രമുഖർക്ക് എപ്സ്റ്റീനുമായി ബന്ധം. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പോപ്പ് ഗായകരായ മൈക്കിൾ ജാക്സൺ, ഡയാന റോസ് എന്നിവരും ഫയലുകൾ പുറത്തുവിട്ടത് നീതിന്യായ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ. എപ്സ്റ്റീൻ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത് 1200ഓളം പെൺകുട്ടികളെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ ജയം 30 റൺസിന്. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ വരുൺ ചക്രവർത്തി വിജയശില്പി. 25 പന്തിൽ 63 റൺസ് നേടി ക്രീസിൽ തിളങ്ങി ഹാർദിക് പാണ്ഡ്യ. ലഭിച്ച അവസരം മോശമാക്കാതെ സഞ്ജു സാംസൺ.